എൻ്റെ വീടൊന്നും എടുക്കട്ടെ. ഇനി ഇത് വീടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ വരാനാ? ഓ എൻ്റെ ദൈവമേ നാരായണ, ജനിച്ചു വളർന്നത് എനിക്ക് 5 വയസ്സുള്ളപ്പം മുതൽ ഞാൻ ഇതിനകത്താണ് വളർന്നത്. ആ സത്യം ദൈവമേ, ഇനിയോ എല്ലാം പോയി പൊട്ടിപ്പൊളിഞ്ഞു പോല. ഇതൊക്കെയാണ് നമ്മുടെ വീട്. ഇതൊക്കെ ഇനിയിപ്പോൾ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് എടുത്ത ഇനി ഇവരെങ്ങാനും പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മകൾ. അതെ, ഇതൊക്കെ ഓരോ ഓർമ്മയാണ്. ഭഗവാനെ നാരായണ. ഇല്ല, ഈ പറഞ്ഞ പോലെ ഓരോ തിരക്കുകൾ, കാര്യങ്ങൾ. ഭഗവാനെ, വർഷം എനിക്ക് 50 വയസ്സുണ്ട്. 45 വർഷം പഴക്കമുള്ള വീടാണിത്. കണ്ടോ, ഞാൻ വളർന്ന വീട്. ഇതൊക്കെ ഓരോ റൂമിൻ്റെയും പിന്നാമ്പുറങ്ങളാണ്. ഇവിടുത്തെ അവസാനത്തെ കാർന്നോരായിരുന്നു ചിറ്റമ്മ. അവരും മരിച്ചു. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ എന്താ പറയണ്ട, കാലിത്തൊഴുത്തായിരുന്നിത്. ഒക്കെ പോയി. ചിറ്റപ്പനുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നല്ല രീതിയിൽ ഒരു വീട് പോലെ കെട്ടി പശുക്കളെയൊക്കെ സംരക്ഷിച്ചിരുന്ന സ്ഥലമാണിത്. ചേച്ചിയമ്മേ, ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് പിടിക്കുമായിരുന്നു. ആരാ? മല്ലികേനയാ? എന്ത് മല്ലികേനയാ? മല്ലിക വന്നിട്ടുണ്ട്, കണ്ടാ? ഞാൻ എന്തായാലും ചേച്ചിയമ്മ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ വീടിൻ്റെ ഇതൊക്കെ പിടിക്കുമായിരുന്നു. ഇനി ഇതിപ്പോൾ ഇവരൊക്കെ പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് ഓർമ്മകൾക്ക് ഇതല്ലേ ഉള്ളു. കാരണം അത് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചിയമ്മയും വന്ന് നന്നായി. അയ്യോ, ഞാനേ ബാക്കിയുള്ളവരുടെ കൂടെ ഒന്ന് എടുത്തിട്ട് വരാം. ഇതെൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ഹൈവേ കാണാമായിരുന്നു പണ്ട്. ഇത് ആ നേരെ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഹൈവേയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഈ വീട്ടിലാണ് കുഞ്ഞുനാളിൽ TV ഒക്കെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. ഈ വീട്ടിൽ ഇന്ന് നമുക്ക് TV ഒന്നും ഇല്ലായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നീട് TV ഒക്കെ വാങ്ങി. ഒക്കെ കണ്ടോ, എല്ലാം ഒരു ഓർമ്മകളായി. ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ടോയ്ലറ്റ്. അതൊക്കെ മൂടിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ബാത്റൂമൊക്കെ വെച്ചത്. ഒരു രസമായിരുന്നു. ഈ വീടിൻ്റെ സ്ഥലത്തൊരു കുഞ്ഞൊരു വീടായിരുന്നു. ഇവിടെ ഒരു അപ്പച്ചിയുടെ മോളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവസാനത്തെ കാർന്നോരുടെ ഭാര്യ അവരായിരുന്നു ഇവിടെ അവസാന കാലത്ത്. തിരുവോണത്തിൻ്റെ അന്ന് അവരും ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. ഇതൊക്കെ പശുവിൻ്റെ പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത സ്പെഷ്യലായിട്ടെടുത്ത റൂമായിരുന്നു ഇത്. അടുക്കള വശം ഇതൊക്കെ അങ്ങനെ തന്നെയുണ്ട്, ഒന്നും മാറ്റമൊന്നുമില്ല. അന്നേ വർഷങ്ങൾക്ക് മുമ്പേ വെച്ചിരുന്ന ഒരു കണ്ണാടിയാണിത്. ഇതാണ് കിണർ, ഓർമ്മകൾ ഉറങ്ങുന്ന കിണർ. അല്ല, ഇതൊക്കെ ഒരു ഓർമ്മയാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ ഏറ്റവും എന്താ പറയുന്ന ഭയങ്കരമായിട്ട് അടുത്ത് നിന്നൊരു സുഹൃത്തിൻ്റെ വീടായിരുന്നു. അവരും ആ ചേട്ടനും ചേച്ചിയൊക്കെ മരിച്ചുപോയി. പിന്നെ ഇത് അപ്പുറത്ത് കാണുന്ന അത് ആ റോസ് കളർ പെയിൻ്റ് അടിച്ചത് എൻ്റെ അച്ഛൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ വീടാണ്. ഇത് മോൻ്റെ വീടാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇതൊക്കെ ഈ വീടൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടുകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത്, അതായത് 29 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ സാധാരണ വീടുകളായിരുന്നു. പിന്നെ ഇത് ഈ കാണുന്നത് ഇതും ഒരു വീടാണ്. എൻ്റെ വീട് അത് അവിടെ നിന്ന് നേരെ ഇങ്ങനെ കാണുന്നതാണ്
ഈ വീട്ടിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറെ സമയം ചിലവഴിച്ചിരുന്നത്. ഇവിടുത്തെ ചേച്ചിയുടെ കൂടെ അവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്നെ കൂട്ടി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലം ഏറെ ഞാൻ ചിലവഴിച്ചത് ഈ വീട്ടിലായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഈ മരം കാണുന്നില്ലേ, ഇത് ഈ നിൽക്കുന്ന മരം, ഇവിടെ വേറൊരു മരവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ആലാത്ത് ഊഞ്ഞാലിട്ടിട്ട് ഞങ്ങൾ ഓണത്തിന് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരുന്നത്. അതൊക്കെ മരിക്കാത്ത ഓർമ്മകളാണ്. എൻ്റെ മരണത്തോടു കൂടിയേ അതൊക്കെ എന്നിൽ നിന്നും വിട്ടുപോകത്തുള്ളൂ. അത്രയും നല്ല ഓർമ്മകളാണ് അതൊക്കെ. ഈ പറമ്പിലൊക്കെ എത്ര ഓടിക്കളിച്ചാ. അന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് വരെയും ഈ മതിലൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ മതിലൊന്നും ഇല്ലായിരുന്നു. എല്ലാം തുറന്ന് കിടക്കുകയായിരുന്നു. ഒരു രസമായിരുന്നു. ഈ പറമ്പിലൊക്കെ ഇരുന്നിട്ട് എന്തോരം കളിച്ചേക്കുന്നു, എന്തെല്ലാം കളി. ഞങ്ങൾ ഇവിടുത്തെ വീട്ടിലെ മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരുപാട് പറയുക, ഓണക്കാലത്ത് ഊഞ്ഞാലാടുകയും പലഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും കൊടുക്കുകയും വറുത്ത പൊരിച്ച സാധനങ്ങളൊക്കെ ഒരു ഓർമ്മകൾ. പിന്നെ അപ്പുറത്തെ വീടായതുകൊണ്ടും അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടും ഞാൻ കൂടുതലായിട്ട് ആ വീടിനെ അങ്ങനെ ചൂഷണം ചെയ്യുന്നത് മോശമാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാനത് കൂടുതൽ എടുക്കുന്നില്ല. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഇതുണ്ടോ, ഇത് നമ്മൾ പാലിൻ്റെ സാധനങ്ങൾ മാത്രം വെക്കാൻ വേണ്ടിയിട്ട് പാലിനോടനുബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ, കലം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ വെക്കും. എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് തന്നെ കുട്ടിക്കാലത്ത്, അതായത് ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് മീൻസ് ഒരു 5-6 വയസ്സുള്ളപ്പം കൊണ്ടുവന്നാണ് ഈ തുളസിത്തറ. രാമനാഥനും അച്ഛനും ഒക്കെ കൂടെ അവിടെ നിന്ന് വലിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എല്ലാവരും കൂടെ വലിച്ചുകൊണ്ട് വന്നു. എന്തൊരു വെയിറ്റായിരുന്നു ഈ സാധനത്തിന്. അത് വലിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ച് ഇന്നത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ വെട്ടവും വെളിച്ചമൊക്കെ എങ്ങനെ ഇതാവാനാണെന്ന് എനിക്ക്, ആര് വെക്കാനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊരു ആര്യവേപ്പാണ്. അപ്പോൾ ഈ ആര്യവേപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞൊരു കാവ് പോലെ ആയിരുന്നു ഇവിടെ. ഈ ഭാഗത്തൊക്കെ കാവായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല കുടമുല്ല, മുല്ല, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിൽ പോലെ ഇരിക്കും കാവ്. എന്നിട്ട് അവിടെ ഇങ്ങനെ നമ്മുടെ മണ്ണാറശാലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന ആ ചേട്ടനാണ് വന്ന് ഇവിടെ പുള്ളുവൻ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നത്. അത്രയും നമ്മളെ സർപ്പ ആരാധനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു എൻ്റെ വീട്. അന്നത്തെ ഈ ആര്യവേപ്പ് ഇന്നും ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന് എന്തായാലും 45 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ ഇതിവിടെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ കുഞ്ഞി തൈ പോലെയായിരുന്നു. പക്ഷെ ഇന്നും അത് അങ്ങനെ തന്നെയുണ്ട്. 45 വർഷത്തെ എന്തായാലും പഴക്കം ഈ മരത്തിനുണ്ട്. എനിക്ക് 50 വയസ്സ്. അപ്പം എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയം മുതൽ ഇത് ഉണ്ടായിരുന്ന മരം ഈ ആര്യവേപ്പ്. ഇവിടെയാണ് നമ്മുടെ കാവുണ്ടായിരുന്നത്. പക്ഷെ അല്ല, അത്രയൊക്കെ വരത്തുള്ളൂ ശരിക്കും. കണിക്കൊന്ന. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഈ സത്യം എൻ്റെ ഒരു ഓർമ്മകളായിരുന്നു. എനിക്കിതൊക്കെ ഇങ്ങനെ ഒന്ന് എടുക്കണമെന്നൊക്കെ ഉള്ളത്. അത് എന്തായാലും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് പെരയ്ക്കകത്തോട്ട് പോകാം. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്നാണ് ഈ 3 പടിക്കെട്ട്. ഇതിനകത്ത് ഇരുന്നാണ് ഞാൻ പഠിച്ചത്. 1, 2, 3 4 പടിക്കെട്ടുണ്ട്. 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞാൻ രാത്രികാലങ്ങളിൽ പഠിക്കുന്നുണ്ടായിരുന്നത്. ഈ ഫസ്റ്റ് പടിയില്ല, ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ഒച്ചത്തിൽ വായിക്കുമായിരുന്നു. വാക്യകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാള്. ഇതൊരു പൂജാമുറിയാണ്. അപ്പം മരണം നടന്ന വീടായതുകൊണ്ട് നമ്മളിതിപ്പോൾ അടച്ചിട്ട് വെക്കുവാണ്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഹാൾ. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള നീളമുള്ളൊരു ഹാളായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മളിവിടെ എൻ്റെ അച്ഛന് പിന്നെ ഇതിൻ്റെ പേപ്പർ ബാഗ് നിർമ്മാണം ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇത് ഈ ഭാഗത്തായിട്ടാണ് നമ്മളിതിങ്ങനെ ഈ തറയുടെ ഇത്രയും ഭാഗത്തായിട്ടാണ് പ്രസ്സിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പേപ്പറുകളൊക്കെ അട്ടിയിട്ട് വെച്ചിരുന്നത്.
ഇത് നമ്മൾ ഒരു കാലത്തെ ഒരു 1-2 മാസത്തിനുള്ളിൽ ഇത് വിറ്റ് തീരും. ആ സമയത്ത് ഇത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ പാമ്പും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നു. അച്ഛൻ അതിനെയൊക്കെ തല്ലിക്കൊല്ലും. ലാസ്റ്റ് ഞാനും അമ്മമ്മയും കൂടെ പോകും. അമ്മമ്മ മണ്ണാർശാല പോകും, കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോകും. അവിടെ പുറ്റും മുട്ടയും ഒക്കെ വെള്ളിയുടെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമായിരുന്നു പ്രായശ്ചിത്തമായിട്ട്. പിന്നെ ഇതാണ് എൻ്റെ ചിറ്റപ്പൻ. പിന്നെ ഈ ചിറ്റപ്പൻ്റെ വൈഫാണ് തിരുവോണത്തിന് മരിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇതൊക്കെ ഇപ്പം ഇവിടെ താമസമൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഈ റൂമിലായിരുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഈ റൂമിൽ കിടന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഈ റൂം. അന്ന് കട്ടിലൊന്നുമില്ല, ഈ തറയിലാണ് കിടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നല്ല ഭംഗിക്ക് ഉണ്ടായിരുന്ന. പിന്നെ ഇത് ഇവിടെയായിരുന്നു അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നത്. ഒരു ചിറ്റപ്പൻ്റെ ഇളയറ്റപ്പൻ്റെ വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ അവരുടെ നാട്ടിലേക്ക് പോയപ്പം പിന്നെ ഈ റൂം എൻ്റെ അമ്മയും അനിയത്തിയും കൂടെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അപ്പം ഇതും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഉപയോഗിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്നത് ഈ റൂമിൽ നിന്നാണ്. ഇനി കാണിക്കാനുള്ളത് ഇത് ചിറ്റപ്പനൊക്കെ യൂസ് ചെയ്തിരുന്ന റൂമാണ്. ഇതാണ് ചിറ്റപ്പനും ചിറ്റമ്മയും. ഇതാണ് ചിറ്റപ്പനും ചിറ്റമ്മയും. ഈ ചിറ്റപ്പനാണ് കുറേ കാലം എന്നെ, അമ്മേനെയും എൻ്റെ അനിയത്തിനെയൊക്കെ നോക്കിയത്. അന്നൊക്കെ നമുക്കറിയില്ല, കാരണം ഒരു കുടുംബത്തെ നോക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ വളരെ റിച്ചായിട്ടാണ് ജീവിച്ചത് ഇവിടെ. എന്താ പറയേണ്ടത്, നല്ല നല്ല ഫുഡ്, 3 നേരം പലഹാരം, മാറി മാറി കഴിക്കുന്ന പലഹാരങ്ങൾ. ഇന്ന് ആരെങ്കിലും അങ്ങനെ കഴിക്കുമോ പോലും എനിക്കറിയില്ല. അതേപോലത്തെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ, ഇടിച്ച് അരച്ചും ഒക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലാം ഒരു നല്ല റിച്ചായിട്ട് തന്നെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛൻ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ചിറ്റപ്പനാണ് നോക്കിയത്. ഈ ചിറ്റമ്മയും ചിറ്റപ്പനുമായിട്ട് ഇവരാണ് എൻ്റെ വിവാഹമൊക്കെ നടത്തി തന്നത്. എൻ്റെ അനിയത്തിക്കൊക്കെ വീടും സ്ഥലവും കൂടെ വാങ്ങിക്കൊടുത്ത് നമ്മുടെ ഇവിടുത്തെ ഷെയർ കഴിഞ്ഞപ്പം ആ പൈസ കൊണ്ട് അവർ തന്നെയാണ് കലവൂർ അവർക്ക് വീടും സ്ഥലവും കൂടെയൊക്കെ മേടിച്ചു കൊടുത്തത്. എൻ്റെ ഷെയർ കൊണ്ട് എന്നെ വിവാഹവും കഴിപ്പിച്ചു. അപ്പോൾ ഇതാണ് ചിറ്റപ്പനൊക്കെ ചിറ്റപ്പനും ചിറ്റമ്മയും കിടന്നിരുന്ന സ്ഥലമാണിത്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു റൂമിൽ നിന്നും ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമ്മയും അനിയത്തിയും വെക്കുന്നതും ഒക്കെ നമ്മൾ ഈ റൂമിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെയും കൂടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇതിലെ കൂടെ നമുക്ക് കടക്കാം. വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു 10, 60, 65 വർഷം പഴക്കമുള്ള ഒരു അലമാരയാണിത് ഈ കാണുന്നത്. കാരണം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ അലമാരയുണ്ട്. അപ്പോൾ ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ടുവന്നാൽ പോലും വെക്കുന്നതിനകത്ത്, പൈസ ഉണ്ടെങ്കിലും വെക്കുന്നതിനകത്ത്, അങ്ങനെ ഒരു സ്പെഷ്യൽ അലമാരയായിരുന്നു അത്. ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അതിനുശേഷം ചിറ്റമ്മയൊക്കെ വന്നതിന് ശേഷം അവർ വാങ്ങിയതാണ് ഈ ഒരു അലമാര. അത് അവരുടേതാണ്. പിന്നെ എല്ലാം ഇപ്പോൾ ആരും നോക്കാനൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇങ്ങനെ കിടക്കുന്നു. ഇതായിരുന്നു ഇവിടുത്തെ അടുക്കള. ചിറ്റമ്മയൊക്കെ യൂസ് ചെയ്തിരുന്ന അടുക്കളയാണിത്. ഇതൊക്കെ ആര് ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും ഒന്നും അറിയില്ല. ചിറ്റമ്മയൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടെ ആദ്യമേ യൂസ് ചെയ്തിരുന്നതാണ്. പിന്നീട് ഇതിപ്പോൾ ചിറ്റമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് പാചകം മാറ്റി ഞങ്ങൾ അപ്പുറത്ത് അനിയത്തിയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, എൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ വീട്. ഒരിക്കലും എൻ്റെ മരണം കൊണ്ട് മാത്രമേ ഇവിടുത്തെ ഓർമ്മകൾ എന്നിൽ അവസാനിക്കത്തുള്ളൂ. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ ഒന്ന് എടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും എടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി ദൈവത്തിന്. ഓക്കെ.